a huge crush on you, sir. വാസുണ്ണൻ ഞാൻ ചന്ദ്രനെ പിക്ക് ചെയ്യുമ്പോ അണ്ണൻ എന്തിനാ ഇവിടെ വന്നേ? നീങ്ങനാണോ ഇത്? Hello? ഹലോ Am I talking to Mr. Vasu? യെസ് ഹു ഇസ് ദിസ്? Hi, sir. My name is Annabelle. അനബൽ. Yes. യെസ് അനബൽ, ടെൽ മീ. Sir, I have a huge crush on you, sir. ഹാപ്പി ചോക്ലേറ്റ് ഡേ. A happy chocolate day, sir. Sir, single ആണോ? അതെ. Sir, meet ചെയ്യാൻ താല്പര്യമുണ്ടോ? ഒബ്വിയസ്ലി, ഉറപ്പായിട്ടും. Okay, sir. I will give you location in Avaraba, okay? എന്തോ കേട്ടില്ല. I didn't hear. I will give you location in Avaraba. ലൊക്കേഷൻ അവിടെ വരാം. ഓ ഓക്കെ ഓക്കെ ഷുവർ. Okay. Wait for 5 minutes. Now call ചെയ്യാം, okay? ഓക്കെ ഷുവർ. Okay. ഓക്കെ Bye. ബൈ. എത്ര പേർ സിറ്റിയിലുള്ള എല്ലാവർക്കും ഇപ്പൊ എന്നെ മതി. ബാക്ക് ഞാൻ എന്റെ പ്രൈവിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണോ എന്നൊരു സംശയമേ. എടാ നീയൊക്കെ പെണ്ണില്ലാത്തവന്മാരല്ല ഹണി ട്രാപ്പ് എന്നൊക്കെ പറയും. എടാ പെണ്ണില്ലാത്തവന്മാരെല്ലാം ഹണി ട്രാപ്പ് മണ്ടേ. എവിടെ കണ്ണാപ്പി? ഓ അങ്ങോട്ട് വരുന്നത്. ഈ വണ്ടിയുടെ ഡേർട്ട് ഫയൽ മാറ്റില്ലെങ്കിൽ ഇത് കഴുകി എന്റെ ജീവിതത്തിൽ. ഇത് മറ്റേ ബോട്ടുകളല്ലേ? ഇവന്മാര് വെടിവെക്കൂ. എടാ അതാര് പ്ലെയർ ആണോ അത്? ബ്രോ അവര് രണ്ടുപേരും ചത്തല്ലേ? ഹലോ ഹലോ കേക്കാവോ? വാസുണ്ണൻ ഞാൻ ചന്ദ്രനെ പിക്ക് ചെയ്യുമ്പോ അണ്ണൻ എന്തിനാ ഇവിടെ വന്നേ? നീങ്ങനാണോ ഇത്? അണ്ണൻ എന്തിനാ അടിച്ചേ? നീങ്ങ ബോട്ടാണെന്ന് വിചാരിച്ച്. അതല്ല, ഞാൻ ബൈക്ക് എടുക്കാൻ വേണ്ടി ഇടിച്ചിട്ടതാ. അവരെ പോലെ വന്നിരിക്കണം നീ. നീ ചത്തായിരുന്നോ? ഓ ഇല്ല, ചത്തില്ല. ഭാഗ്യം. ഞാൻ ബോട്ടിനെ അടിച്ചേ. ആണല്ലേ? അവിടെ പോവാ. ഓ ഞാൻ അവിടുത്തെ വരുന്ന വഴി കണ്ടാപ്പി എടുത്തോണ്ട് ജെട്ടിപ്പള്ളിത്തോട്ട് പോകുന്ന വഴി എന്റെ ഇപ്പൊ ബോട്ട് പട്ടിയേ. അയ്യോ അടാ, ഞാൻ ആ ബൈക്ക് എടുക്കാൻ വേണ്ടി ഇടിച്ചിട്ടതാ അവരെ. ഞാൻ എടുക്കട്ടെ, അണ്ണൻ പോയിട്ട് വന്നാ. ഞാൻ ചന്ദനെ പിക്കിട്ട് വരാം. ഓ ചന്ദ്രൻ അവിടെ നിൽക്കുക. ആ ഓക്കെ 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 ഓക്കെ. ഇതൊക്കെയാണോ നടക്കണ? ഈ ലിവർ പ്രിന്റ് ചെയ്തങ്ങ് അടിക്കണം. ഹലോ ഹലോ അണ്ണ എവിടെ? അണ്ണ എവിടെ? എന്തിനു പോക്കണ പോയത്? നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഒന്നുമില്ല. എനിക്കറിയാം നീ ഇപ്പൊ തള്ളക്കി വിളിച്ച് വാ നാക്കിനകത്തോട്ട് ഇട്ടതേ ഉള്ളത്. ഇല്ലടാ 1 HP കറക്റ്റ്. പോക്കണ പോയത് മിന്നല് വരെ പറഞ്ഞ് ഇടിച്ചറിച്ചിലേക്ക് പോയി. എന്റെ അകത്ത് നിങ്ങൾ വെട്ടിയാ പോയത്, എനിക്ക് കണ്ടില്ല. നമ്മളിച്ചിരി പവർ കൂടിയ സ്കൂട്ടറിലായോണ്ട് വെട്ടിയൊക്കെ പോകണ്ട. ടെലിപ്പോർട്ടാക്കിയാ പോകും നമ്മള്. ഓക്കെ ഓക്കെ നടക്കട്ടെ. അല്ല ഇങ്ങനത്തെ സ്പീഡ് കൂടെ വണ്ടിയിൽ പോകാൻ പാടില്ല. അതൊക്കെ പൊല്യൂഷൻ ആയി എർത്തി. നമ്മൾ ഇങ്ങനത്തെ പീപ്പി അടിച്ച് പോകണം ഇങ്ങനത്തെ വണ്ടി. നിന്റെ ഒരു വണ്ടി ഓർമ്മയുണ്ടോ നിനക്ക്? നാട്ടില് കലാപം നടന്നാൽ പോലും ആരും അറിയാത്തൊരു വണ്ടി ഓർമ്മയുണ്ടോ നിനക്ക്? സൗണ്ട് ആയിട്ട് നീ പോണേ. അത് ആൾക്കാർ സമരം നിർത്തി പൂട്ടിക്ക് ഷട്ടർ കയറ്റിയാണോ? ഷട്ടർ കയറ്റി. മറ്റേന്ന് വരും. മറ്റേത് എല്ലാം കഴിഞ്ഞ് അണ്ണന്റെ ഇത് നോക്കിട്ട് നമുക്ക് ഇറക്കാം. ഓ ഓക്കെ, ഞാൻ എല്ലാ ദിവസവും ഉണ്ട്. എന്താ വെച്ചാൽ പറഞ്ഞോ. ഓക്കെ നാളെ സെറ്റ്. ഓക്കെ സെറ്റ്. ആരാ താഴെ പോയി ചത്തത്? അയ്യോ എടാ കണ്ണാപ്പി, ഓ അണ്ണ ആരാണ് താഴെ പോയി? അണ്ണ ഇടിച്ച് തെറിപ്പിച്ച്. ഞാനൊന്ന് സോറി പറഞ്ഞിട്ട് വരാടാ, അല്ലെങ്കിൽ അതിന് അടുത്ത
പിന്നെ പെട്ടെന്നെത്താം. വേണ്ട ഒന്ന് മാറ് 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 ഡോറൊന്നും തോന്നല്ലോ. അണ്ണാ വെച്ച് പിടിച്ചാണ് അവനെ കൊന്നല്ലേ അണ്ണാ നൈസില്. ഞാൻ അവനോട് ഒന്ന് പറഞ്ഞിട്ട് വരാം. ഓക്കെ ഓക്കെ. ഞാൻ ഇത് കേറാൻ മര്യാദക്ക് പറഞ്ഞില്ലേ സഹോദരൻ എന്റെ വണ്ടിയാണ് തട്ടിയത്, അറിയാതെ തട്ടിപ്പോയതാണ്. വന്നോളൂ കേറിക്കോ, നമ്മൾ എത്താൻ ലേറ്റ് ആവും. അറിയാതെ തട്ടിപ്പോയതാണ്. പാവം ചെക്കന് കൊടുത്തൂടെ? എന്തോ കേട്ടില്ല. ഒരു നഷ്ടപരിഹാരം നഷ്ടപരിഹാരം എത്ര രൂപ വെച്ചാൽ കൊടുക്കാം? പുള്ളി എണ്ണിക്കട്ടെ. 100 കോടി അങ്ങോട്ടേക്കാം. അത് ഈ മരിച്ചിടക്കുന്ന ആളുടെയാണ് സാർ. ഇത് ഇയാളുടെ ഇയാളെ പൊക്കാൻ വല്ല വഴിയുണ്ടോ? അതെടുത്ത് വല്ല അരികത്തെടുത്തിട്ട് പിടി കയറി വലിയവേ. ആ അതെ. ഹലോ മനസ്സിലായോ? ഇല്ല, ആരാണ്? പറയും ഇക്രൂനെ കണ്ടിട്ട് സുഖമല്ലേ നിനക്ക്? ഓ സുഖണ്ട്. നീ ഇപ്പൊ എവിടെ? MRC-ലാണോ? അത് ഞാൻ പറഞ്ഞത്. ഓ നിങ്ങളിതിന് മാല ഇട്ടോ? മലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടിരിക്കുക. നന്മയുടെ പാതയിലാണോ? അതെ അതെ. ചെയ്ത ഗ്യാങ് വണ്ടിയൊക്കെ മാറ്റി നടക്കുന്നത്. ഇത് ഗ്യാങ് വണ്ടി നമ്മളിപ്പോ വള്ളിയൊന്നും പിടിക്കാതെ മാന്യമായിട്ട് നടക്കുക. അതുകൊണ്ടല്ലേ ഞാൻ ഞാൻ ഒരു പയ്യനെ കൊണ്ട് തരരുത് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട്. പക്ഷെ നിങ്ങള് നന്നായിട്ട് ഇടയ്ക്കാനായിട്ട് ഇല്ല. വേണ്ട 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 വേണ്ട. നന്നായി 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 പോയി. പേടിക്കണ്ടോ? നന്നായി. ഇവന്മാർ ഇവിടെ കുറെ നേരം പോസ്റ്റ് ആണടാ. ഇപ്പൊ വരാം. ഒരാള് മരിച്ചു. രണ്ടാള് മരിച്ചു. എടാ നീ വണ്ടിക്കകത്തൊന്ന് കേറൂടാ ഒന്ന്. അത് വണ്ടി നോക്കാനല്ലോടാ. ഒരു മിനിറ്റ്. ഇല്ലല്ല, അതെന്തോ ഒരു ആക്സിഡന്റ് ആണോ? എന്തോ ഒരു ആക്സിഡന്റ്. നിന്റെ പിറന്നാളാണോ? അത് ചെറുതായിട്ട് ഇന്നലെ ഇന്നായിരുന്നു. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ആണ്. നല്ലൊരു ബർത്ത്ഡേ ആയിരിക്കട്ടെ. മരുന്നിന്റെ വണ്ടിയുള്ള മാമൻ എന്ത്? സാറേ നീ മാമനെ വിളിച്ച് മേലോട്ട് ബിൽഡിംഗിൽ കാണാം. അതാണ് വണ്ടി നല്ലോക്കെയോ. ഡോർ എന്തോ ഒരു അതിന്റെ ഡോർ ഇതുവരെ ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ലടാ. ഇതിന്റെ നമുക്ക് ഈ 2026 ഡോർ ശാപങ്ങളല്ലേ? അല്ല, ഇത് 2026 ഇതൊക്കെ കണ്ണാപ്പിക്ക് മുമ്പേ പരുന്തുവാസിന്റെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. മനസ്സിലായോ? ഏത് വന്നിട്ട് ഏത് വന്നിട്ട് അതെന്താ മറ്റേ ചുവന്ന വണ്ടി കണ്ണുള്ള. എടാ നീയൊക്കെ അല്ലാതെ വണ്ടി കൊണ്ടുവന്ന സമയത്ത് നമ്മളൊരു സാധനം ഇവിടെ കൊണ്ടുവന്ന് കളിച്ചായിരുന്നു. അത്രയും വലിയ വണ്ടിയൊന്നും ഇവിടെ ഒരുത്തിനും കൊണ്ടുവന്നിട്ടില്ല. മനസ്സിലായ? എന്റെ കയ്യിലോട്ട് ഒരു ബ്ലാക്ക് ബീസ്റ്റ് ഉണ്ടായിരുന്നു. പുറകിലോട്ട് ഒന്ന് പുറകിലോട്ട് ആലോചിച്ചാൽ മനസ്സിലാവും ഏത് വണ്ടിയാണ്. ഒരുപാട് എടുത്ത വണ്ടിയല്ലേ പിന്നെ മറക്കാതിരിക്കാൻ പറ്റും. വെൻസെക്സിന്റെ അത്ര വേറെ ഒരു വണ്ടി. അത് എന്ത് എടാ, അതിന്റെ ബാക്ക് വശത്തിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ പിന്നെ അപ്ഗ്രേഡഡ് ഫയൽ ഒന്നും വന്നിട്ടില്ല. അതാ പ്രശ്നം. അതൊന്നും ഇപ്പൊ എന്തിനാണ് അപ്ഗ്രേഡ്? പിള്ളേരെ പണിയില്ലാണ് എടുത്തത്. എന്നാ പിന്നെ ഞാൻ വിളിച്ചതിന്റെ കാര്യം എന്താന്ന് വെച്ചാലെന്നാ, പറഞ്ഞോ. ഞാനിന്ന് സിറ്റി വന്ന സമയത്ത് ഗ്യാങ്സിന്റെ വാതിക്കാണ് ഇതാക്കിയത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് സിറ്റിയില് എന്താണ് ഗ്യാങ്സ് പെമ്പിള്ളാരെ കയറ്റി കൊടുക്കും. അതെ. ഞാൻ നോക്കിയപ്പം അലീന, ദേവ്കുട്ടി രണ്ടെണ്ണം കൂടെ ഇറങ്ങി വരുന്നു.
എന്നിട്ട് ഇതില് രണ്ടുപേരും മിസ്സിംഗ് ആണ്. ഒന്ന് എലി സൂര്യബോസ് അവിടെ ഉണ്ടായിരുന്നു. ഗ്യാങ് ഹൗസിന്നോ? ഗ്യാങ്ങോസിന്ന് ഓ എലിയും സൂര്യബോസ് ഇതാരാ നിങ്ങളുടെ ആളുകളാണോ? മറ്റേ ലങ്ങേര് അറിഞ്ഞോടാണ് ഇത്. ഹലോ ഹലോ ഹലോ, പേരെന്താ? ഇതാരാ? എന്റെ പേര് ഒസാമ ബ്രോ. ഫുൾ നെയിം എന്താ? ഒസാമ ഒസാമ ഒസാമെന്ന് മാത്രമേ ഉള്ളോ? ഒസാമ അല്ലാതെ പറഞ്ഞ ബ്രോ. ഒസാമല്ലാതെ കണ്ണാപ്പിയെ കണ്ണം എടുത്തടാ. ഒന്ന് കൈ കൈ വെക്കോ? വെക്കടാ. ഒന്ന് കൈ വെക്കേ. ഞാൻ അന്നേ നോക്കി വെച്ച കൈ വെക്കടാ. ഒന്ന് കൈ വെക്കേ. എടാ ഇവനും തൂക്കിയടാ, ഇവനും തൂക്കിയടാ, ഇവനും തൂക്കിയടാ, ആ ഇവനും തൂക്കി. അക്സെപ്റ്റ് ചെയ്യടാ. നിന്റെ വീട്ടില് നിന്റെ വണ്ടി കയറി, വണ്ടി കയറി, വണ്ടി കയറി, വണ്ടി കയറി, വണ്ടി കയറി. ആരോ കൊണ്ടുപോകണേ, അടിച്ചു കയറ്റി കൊണ്ടുപോകണ ആരോ. അവനെ ഗ്യാഗോസി കൊണ്ടുപോ. ഇവിടെ കൊണ്ട് 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 കൊണ്ട്. വിട്ടോ. നേരെ സാർക്ക് ക്യാൻസൽ ഇല്ല ഗ്യാങ്സ് വരല, ഗ്യാങ്സ് വരല, ഗ്യാങ്സ് വരല. ആ ശരി ഗ്യാഗോസി എടാ നമ്മളിവിടെ നിൽക്കുന്നവരല്ലോ വന്നെടാ, നമ്മളിവിടെ നിൽക്കുന്നവരല്ലോ വന്നെടാ. എടാ ഞാൻ ഒരു കാര്യം പറയാം. ഇവര് ബാക്കപ്പ് ആണ്. അതുപോലെ ഈ എടുത്ത ആളെ വിഷയം ചന്ദൻ അറിയിക്കല്ലേ. നമ്മളിപ്പോ ഹോസ്റ്റ് എടുത്തിട്ടുണ്ട്. ആ ആൾ ആരാന്ന് ചന്ദൻ അറിയിക്കല്ലേ. എന്തുപറ്റി ബ്രോ? ഹലോ ബ്രോ, എന്തുപറ്റി? അത് ഇപ്പൊ ആർക്കാ പറ്റാൻ പോകുന്നത് കാണിച്ചു തരാം. അണ്ണാ നല്ല ലൊക്കേഷനിൽ പോവാ. ഒരു ദിവസമാണ് ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് നിന്റെ 5.5 സെന്റ് സ്ഥലത്ത് നിന്റെ പ്രപ്പോസ് ചെയ്യാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നീ തരാത്തോലാണ് ഇപ്പൊ ചുട്ടി അവിടെ ഉണ്ട്. നോക്കി വെച്ചേക്കുന്നതാണ്. എടാ എടാ സ്റ്റീവ് 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 ഒന്ന് ഫ്രണ്ട് വന്നേ. ആ തെറ്റിപ്പോയി ബ്രോ. അത് ഞാൻ ബ്രോനെ വിളിച്ച് ഇവൻ ബാക്ക് പൊളിച്ച്, ഇവൻ ബാക്ക് പൊളിച്ച്. ബാക്ക് പൊളിച്ചെന്ന് പറഞ്ഞാൽ സൂര്യബോസാ. അതൊക്കെ ഒരു ബാക്കപ്പ് ആണ് കേട്ടോ. തോക്കിന്റെ ബാധ പോലും ഇല്ല. ഒന്നും വിളിച്ചിട്ടില്ല ബ്രോ. അവന്റെ ബാക്കപ്പ് വന്നേട്ടാ ബൈക്കില്. ഫുൾ ത്രോട്ടിൽ വന്നോണ്ടിരിക്കുകയാണ്. മാവിനെ സാർക്ക് ലോറി പിന്നീട് ലെഫ്റ്റ്. എടാ ഇവ കയ്യിൽ നിന്ന് പോകുന്ന നോക്കിക്കോണം കേട്ടാ. ഇല്ല കൈന്ന് പോകത്തില്ല. അതൊക്കെ നിന്റെ അതൊക്കെ നിന്റെ മറ്റേ വേറെ സ്ഥലത്ത് മനസ്സിലായി. ഇവിടെ കൈന്ന് പോകത്തില്ല. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെടാ. പറയണ്ട. ഇന്ന് പ്രശ്നങ്ങളൊന്നും പാടില്ലാത്ത ദിവസമല്ലേ ബ്രോ? എന്തോ കേട്ടില്ല. ബ്രോ ഒരാളെ തല്ലണമെന്നല്ലോ ബ്രോ. നമ്മള് നിന്നെ തല്ലിയില്ലല്ലോ. ഓക്കെ ഓക്കെ സിറ്റുവേഷൻ ആയില്ലല്ലോടാ. എടാ ലൂക്കോളിന്റെ ദൈവമാടാ ഞാൻ. നീ ഇനി പലതും പറ. എടാ ഒരു സ്ഥലം പറയടാ കണ്ണാത്തി. അല്ലല്ല സ്ഥലം ഞാൻ തരാം. വേണ്ടിട്ട് ഇല്ല ഹലോ Sir? കണ്ണാപ്പി ഞാൻ മാർക്ക് എടുത്തു. റൈറ്റ് ഞാൻ കുട്ടി പറഞ്ഞു. give me a 10-15 minutes. I am in an urgent situation. Okay, 10, 15. Yeah, 15 minutes. ഞാൻ ലൊക്കേഷൻ പറഞ്ഞു. നേരെ പോകണം. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ കണ്ണാപ്പി. ഒരു ഗുഹയുണ്ട്. ഗുഹയിലോട്ടോ SRK ചന്ദ്രന്റെ ആളാ. ആണല്ലേ? ഇതൊക്കെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം. നമുക്ക് രണ്ടു കൂടെ പോവാം. എന്നിട്ട് ബാക്കിയുള്ളവരെ ഫോൺ വിളിച്ചു വരാം. ഏത് ലൊക്കേഷനിലോട്ടാ പോണത് നീ? നേരെ വേണ്ട പറയാ. ബാക്കിലോട്ട് വണ്ടി ബാക്കിലോട്ട് വന്നാ ഇല്ല. അവൻ വന്ന് ഫ്രണ്ട് വരും നോക്കുമ്പോൾ കാണും. ഞാൻ ഇങ്ങോട്ടോ ഇറക്കിണ്ടോ അങ്ങോട്ട് പോകും. നല്ല സ്പീഡിലാക്കാറുണ്ട്. അങ്ങോട്ട് വിട്ടു പോകും. ചിലപ്പോ റെഡി മാർക്ക് ചെയ്യേ സാർക്ക്. ഇറങ്ങി ഇവനെ കൺപോയിന്റ് ചെയ്ത്. ഇവൻ അതിബുദ്ധിക്കാരൻ. ഇവൻ അതിബുദ്ധിയാണ്. ഇവനോട് നിർത്ത്. നീ ഒന്ന് കൺപോയിന്റ് ചെയ്ത്. ഹലോ? നിന്റെ കൈബുക്ക്. നിന്റെ ഫോൺ എന്റെ തന്നെ. ഹലോ? കൈബുക്ക് നിന്റെ ഫോൺ. കൈബുക്ക് ഫോൺ അടിയോ വീഡിയോ വല്ലതും ഉണ്ടോ? കൈബുക്ക്. എന്റെ പൊന്നു മുച്ചിറിന്റെ വാപ്പ ഇവിടെ മൂട്ടി തീയാ. ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം. കുറച്ച് വെള്ളം പറഞ്ഞടാ. അതോ അങ്ങനെ. ഹലോ എടാ നിന്റെ ഫുൾ നെയിം ഒന്ന് പറഞ്ഞേടാ. ഹലോ ഫോൺ എടുത്ത് ബാങ്ക് എടുത്താ കൊണ്ട് നോക്കണ്ട അവന്റെ ഫുൾ നെയിം. എടാ ഇവന്റെ ഫോൺ റേഡിയോ എല്ലാം ഇവന്റെ കയ്യിൽ എടുത്തടാ. എന്താ സ്റ്റീലോ ഞാൻ തരാം ഇവനൊക്കെ അതിബുദ്ധിക്കാരൻ. ഇവന്റെ 1-2 ഒക്കെ കാണും കേട്ടാ. ഇല്ല ബ്രോ, ഇല്ല ഒറ്റ ഫോണാണ്. ആർക്കോ വന്നു കേട്ടോ. അണ്ണനെ വന്നേന്ന് തോന്നുന്നു കേട്ടാ. എനിക്ക് ഒരു ഫോൺ വന്നു. അത് നോക്കണ്ട. അത് നോക്കി അന്ന് തുറന്നു നോക്കിയാണ് അതിൽ എന്തെങ്കിലും ഉണ്ടോന്ന്.
ബ്രോ എന്തിനാ ബ്രോ നിന്റെ പാസ്വേഡ് പറഞ്ഞേ പാസ്വേഡ് പറഞ്ഞേ പാസ്വേഡ് പറഞ്ഞേ കണ്ടൈൻ പാസ്വേഡ് പറഞ്ഞേ എന്റെ 123 ഒസാമ ലാദൻ അമ്പത്തൂർ സിംഗം ഏജന്റ് ലൂക്ക്. അണ്ണ ഇവൻ മെറ്റിയാണേ, SRK മെറ്റിയാണേ. എടാ അവ ഇങ്ങോട്ടേക്കാ വരുന്നേന്ന്. എനിക്ക് കുറച്ച് ഹീലിങ്സ് വേണം. ആണോ? ഞാൻ അണ്ണ SRK വരുന്നുണ്ട്. അണ്ണ SRK ഞാൻ വഴി തിരിച്ചു വിട്ടിയാണ്. ട്രക്ക് ഷോപ്പിന് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞിട്ട്. പ്രൈവറ്റ് മെസ്സേജ് ഇട്ടുണ്ട് ബ്രോ, അത് നോക്കല്ലേ. ഇല്ല 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 അത് ഞാൻ നോക്കാം നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുമല്ലേ. ബ്രോ വെൻ യു ആർ ഫ്രീ കോൾ മീ. സഹറിനൊക്കെ കണ്ടായിരുന്നു, ഇറക്കി വിട്ടല്ലോ നീ എന്നെ 5.5 സെന്റ് സ്ഥലത്തിന് വേണ്ടിട്ട്. ആ സഹറിനെ മറക്കത്തില്ല നിന്റെ ഭാഗത്തുനിന്ന്. അണ്ണാ ഞാൻ അത് ബ്രോക്ക് തെറ്റിദ്ധാരണ. ഞാനുമായിട്ടുള്ള വാസുണ്ണ ഞാനേ വഴി തിരിച്ചു വിട്ടാണ് SRKനൊക്കെ. അവന്മാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എങ്ങനെയൊക്കെയോ. ആണല്ലേ ഇത് വരട്ടെ വരട്ടെ ഞാൻ വഴി തിരിച്ചു വിട്ടേ. ഞാൻ ട്രക്ക് ഷോപ്പിലാ പോയെന്ന് പറഞ്ഞു. അത് അവിടെ നിന്ന് വളഞ്ഞ് ഇങ്ങോട്ട് എന്ത് ചെയ്യണം? ഹലോ അല്ല 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 മിസ്റ്റർ ഒസാമ ഏതെങ്കിലും ഫാമിലിയിലെല്ലാം ഉണ്ടോ ഒസാമ? ലോറൊക്കെ ഉണ്ട്, അവളെ ഡ്രോപ്പ് ആക്കാൻ പോകുന്നത്. സിറ്റിസൺ ആണ് ഒസാമ. എനിക്കൊരു കാര്യം അറിയണം, ഈ സിറ്റിയിലെ ഈ ഗൺസ് ഒക്കെ കൊണ്ട് നടക്കുന്ന വിൽക്കുന്നത് ഒസാമയാണെന്ന് എനിക്കൊരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടി. അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയത്തില്ല ബ്രോ, ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒസാമയ്ക്ക് ഈ സിറ്റിസൺസിന് ഗൺ കൊടുക്കാന്ന് അറിയാവോ? ഞാൻ സിറ്റിസണിന് കണ്ടു കൊടുക്കാം. 7299 പിന്നെ ആർക്കാ ഗണ്ണ് വിൽക്കാറുള്ളത്? SRKയും ഈ ലൊക്കേഷൻ ഗ്യാങ്ങുകൾക്ക് മാത്രം കുറച്ച് ഗ്യാങ്ങുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ബ്രോ അല്ല ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാങ്ങുകൾക്ക് ഗണ്ണ് സോഴ്സ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് സത്യം പറഞ്ഞാൽ നമ്മളതൊരു സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇവിടെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളല്ലോ ഈ ഗ്യാങ്ങുകൾക്ക് ഗണ്ണ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. എങ്ങനെയാണ് ഒസാമയുടെ കയ്യിൽ ഈ ഗണ്ണൊക്കെ വരുന്നത്? ഞാൻ എന്റെ കുറച്ചധികം ഈ സുനാമിക്ക് മുമ്പ് ഇവിടെ ഒരു സ്കാം നടന്നപ്പോ കുറച്ചധികം എന്റെ വന്നിട്ടുണ്ടായി. അല്ലല്ലോ അങ്ങനൊന്നും അല്ലല്ലോ. ഒസാമയുടെ കയ്യിൽ നിന്ന് അതൊക്കെ പഴയ സീരിയൽ നമ്പർ ഗണ്ണുകളല്ലേ? അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പുതിയ ലേറ്റസ്റ്റ് സീരിയൽ നമ്പർ ഗൺസ് എങ്ങനെയാണ് ഒസാമയുടെ കയ്യിൽ നിന്ന് സിറ്റിസൺസിന്റെ നിന്നും ഗ്യാങ്സിന്റെ നിന്നും പോയത്? സുനാമിക്ക് മുമ്പുള്ളതാണെങ്കിൽ ബ്രോ ഞാൻ മാത്രമാണ് ബ്രോ അതിന് ഇവിടെ ഗണ്ണ് ഡീൽ ചെയ്യുന്നത്. ഇത് ഒസാമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് ആ ഗൺ സീരിയൽ നമ്പർ ഉള്ള ആള് നമ്മുടെ അടുത്ത് പറഞ്ഞല്ലോ ബ്രോ. ഒസാമ മാത്രമാണ് ഗണ്ണ് വെക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇല്ല ഒറ്റ ഒരാളാ, ഒരു സിറ്റിസണിന് ഒറ്റ സിറ്റിസണിന് എന്റെ മുമ്പിൽ കൊണ്ടുപോകാൻ ഞാൻ ഗണ്ണ് വിറ്റെന്നും പറ ഒറ്റ സിറ്റിസണിന് ഒരു സീരിയൽ നമ്പറായിട്ട് എന്നെ സമ്മതിക്കുന്നത് ഞാൻ സമ്മതിച്ചത്. അല്ല പുതിയ ഗൺസ് അല്ല, പുതിയ ഗൺസ് ഗ്യാങ് സിറ്റിസൺ വേണ്ട, ഗ്യാങ് വിട്ടോ, ഗ്യാങ് എടുത്തോ. ഗ്യാങ്ങിന്റെ കയ്യിൽ പുതിയ സീരിയൽ നമ്പർ ഉള്ള ഗൺ എങ്ങനെ വന്നു? വരത്തില്ല ബ്രോ, എനിക്ക് അത്ര ഷുവറല്ല. ഇല്ലാത്ത കാര്യം വെറുതെ പറയുന്നതിന് നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത സംശയം. ഞാൻ ഒരു ചെറിയതായിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തു പോകുന്നത്. എനിക്ക് ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും എനിക്ക് താല്പര്യമില്ല എടുക്കാൻ. ഒട്ടും എന്റെ രീതി അതല്ല. നല്ല രീതിയിൽ പോകുന്ന ഒരു ബിസിനസ് ചെയ്തു പോകുന്ന ആളാണ്. സ്ട്രേറ്റ് ടു ദ പോയിന്റ് ഒസാമ. ചന്ദ്രനായിട്ട് എന്താ ബന്ധം? ചന്ദ്രനുമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും മദാരയും കൂടെ ബ്രോന്റെ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഹീലിങ്സ് ഇല്ലീഗൽ ഹീലിങ്സിന്റെ ഒക്കെ കാര്യത്തിൽ ഡീലുണ്ടായി. അപ്പം മന്ദാര പറഞ്ഞ് ഇതേപോലെ ഒരു എവിടെ GRന് എന്തൊരു ഫംഗ്ഷൻ നടക്കുന്ന ദിവസം ഒരു ഏകദേശം ഒരു 2 ആഴ്ചത്തോളം എന്നെ നടത്തിച്ചു. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഇതേപോലെ ചന്ദ്രനാണ് ഇപ്പൊ അതെല്ലാം തീരുമാനിക്കുന്നത്, അത് ചന്ദ്രനുമായിട്ട് അതങ്ങോട്ട് ഡീൽ ചെയ്തെന്നും പറഞ്ഞാണ് ഞാൻ ചന്ദ്രനെ കോണ്ടാക്ട് ചെയ്തത് ഒരു 10,000 പീസ് ഹീലിങ്സിന്റെ കാര്യത്തിൽ. അല്ലാതെ ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് കോച്ചും വന്നെന്റെ അടുത്ത് സംസാരിച്ച് നേരത്തെ ഇവിടെ നിന്നില്ല, നേരത്തെ ഒരു ബ്രോ ഇവിടെ നിന്നില്ലേ, ഒരു പുള്ളി എന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചായിരുന്നു കാര്യം. അതെ 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 അങ്ങനെ അതും വന്ന് സംസാരിച്ചായിരുന്നു. ഞാൻ അന്നും ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇതിനകത്ത് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണയായിരിക്കും. ഇപ്പൊ നമ്മുടെ ഇടയ്ക്ക് നിൽക്കുന്നത് ഇപ്പൊ ഞാനും കണ്ണാപ്പിയും ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നു. എന്റെ ഒരു അഡ്രസ്സിൽ കണ്ണാപ്പിക്ക് എന്ത് വേണമെങ്കിലും വിൽക്കാം. അതേപോലെ ഈ മുത്തപ്പാണ്ടി എന്ന് പറഞ്ഞ ആളുമായിട്ട് എന്തൊരു ഡീല് നടന്നിട്ടുണ്ട്. അതിന്റെ പേരിലാണ് എന്റെ പുറകെ വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം. അടിച്ച കള്ളന ചന്ദ്രനെ പോലെ തന്നെ. നമ്മളൊക്കെ നല്ല രീതിയിൽ ഇത്ര നാളും ബിസിനസ് ചെയ്തൊന്നും പൊക്കോണ്ടിരുന്നേ ബ്രോ. ഞാനിപ്പം നിങ്ങൾ ഹലോ ഒസാമ പറഞ്ഞോ ബ്രോ പറഞ്ഞോ. ഒസാമ
സുഖമാണോ? സുഖം ബ്രോ സുഖം. അയ്യോ என்ன ஷவுட் எல்லாம் கம்மி பண்ணிட்டு சவுண்ட் ரொம்ப கம்மியா இருக்கு. സൗണ്ട് കമ്മിയാണോ? ഇവിടെ വലിയ കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ ലോറയുടെ അണ്ണാ ലോറയുടെ പ്രപ്പോസൽ പാലം വെച്ച് പ്രപ്പോസ് ചെയ്യുമ്പോ ഇവനാണ് പുറത്തിറക്കി വിട്ടാൻ. ഒരു മിനിറ്റ് അവന്റെ 5.5 സെന്റ് മണ്ണാണ്, അവന്റെ 5.5 സെന്റ് അടിയാണ് ചാവാൻ തന്നെ. ആദ്യം ഗ്യാങ്ങിന്റെ കാര്യം, പിന്നെ പെണ്ണിന്റെ കാര്യം. ഓക്കെ ഫസ്റ്റ് ഗ്യാങ് അത് ഇവനേക്ക് തല്ലണം, എനിക്ക് കൈ വെക്കണം. കോച്ച് ഇവൻ പറയണ എന്താണെന്നറിയോ? ഓക്കെ ഇവൻ പറയണത് ഇവന് ഒന്നും അറിയത്തില്ല. ഇവൻ ചന്ദ്രനുമായിട്ട് ഭയങ്കര നമുക്ക് വേണ്ടിയിട്ടുള്ള ഹീലിങ്സ് ഡീല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവന് വേറെ ഒരു പരിപാടി ഇല്ല. സിറ്റിസൺസിന് ഗണ്ണ് വയ്ക്കാറില്ല. അല്ലല്ല ചന്ദ്രൻ എനിക്ക് ഇങ്ങോട്ട് ക്യാഷ് തന്നിട്ടുണ്ട്. എന്തിന് ക്യാഷ് തന്നിട്ടുണ്ട്? ക്യാഷ് എനിക്ക് ഒരു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതേപോലെ ബിസിനസ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ഏകദേശം ഒരു 150 CR അടുത്ത് ക്യാഷ് എനിക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ അബേൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന് വേണ്ടി. ഞാൻ ചാവാൻ കിടന്നിട്ട് ഹോസ്പിറ്റൽ ബില്ല് എന്നെ കൊണ്ട് അടപ്പിച്ചിട്ടുള്ളവനാ. ബിസിനസ് ചെയ്യാൻ 150 കോടി കൊടുത്തു. അല്ലല്ല അതിന് പകരം ഞാൻ 180 തിരിച്ചു കൊടുത്തത്. അപ്പൊ ഗണ്ണ് കൊടുത്തിട്ടില്ല. ഉറപ്പാണല്ലേ? ഗണ്ണ് ഞാൻ എങ്ങനെ ചന്ദ്രന് ഗണ്ണ് കൊടുക്കാൻ? അല്ലല്ല ഞാൻ ചോദിക്കുന്നത് ചന്ദ്രന്റെ കയ്യിൽ നിന്ന് ഗണ്ണ് മേടിച്ചിട്ടുണ്ടോ? ഞാൻ മേടിച്ചിട്ടില്ല. நீ மேடிச்சிட்டில்ல உன்னோட ஆளோ இல்ல உன்னோட சப் ஆளோ வச்சு மேடிச்சிட்டில்ல. അത് ഇങ്ങനെ ഞാനിപ്പോ എങ്ങനെ അറിയാം? അത് எப்படி உனக்கு അറിയാമെന്നാ? ஏன்னா നീ അല്ലേടാ അവരുടെ ബോസ്. ഒരുപാട് പേര് എന്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് പേര് എന്റെ അടുത്ത് ഇവിടെ ഗണ്ണ് കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇത്രയും പേര് ചെല്ലുന്നില്ലല്ലോ. ഇതിന്റെ അടുത്ത് എങ്ങനെയാണ് ഇത്രയും പേര് വരണം? അതാണ് എനിക്ക് അറിയേണ്ടത്. ബ്രോ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു സുനാമിക്ക് മുമ്പൊക്കെ തുടങ്ങിയ ബിസിനസ് ഇത്ര നാളായില്ലേ, ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. മനസ്സിലായില്ലേ? കോച്ചേ ഇവൻ സത്യം പറയുന്നില്ല. കോച്ചേ സത്യം പറഞ്ഞില്ലേ നമ്മൾ എന്താ ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല ബ്രോ. നമ്മള് അത്രയും സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടല്ലേ ബ്രോ. ജീവനില് പേടി വേണേ, ജീവനില് പേടി വേണേ. இடத்துல வந்து சந்திரனை வந்து நம்ம 12 கண்ணு கொடுத்தா ஒரு நிமிஷம்டா ஒரே நிமிஷம். ഇവിടെ வந்து இதே இடத்துல நீங்க டீல் செய்து வா ഇവിടെ വാ ഇങ്ങ വാ ബ്രോ. ഇവിടെ വന്ന് ഞാൻ ഡീൽ ചെയ്തെന്ന് പറഞ്ഞ ഒരു മൊട്ടയുമായിട്ടാ. അതാണ് ബ്രോ നീ வந்து സംസാരിച്ച് നീ வந்து പറഞ്ഞു 15 ഗണ്ണുണ്ട്. ഓക്കെ ചന്ദ്രൻ 12 ഗണ്ണാണ് ചോദിച്ച്. ഓക്കെ ഇല്ലല്ല 15 ഗണ്ണ് 180 കോടി കിട്ടിയല്ലോ. ഇത് ബ്രോക്ക് എവിടെ മനസ്സിലായി? അതാണ് എനിക്ക് മനസ്സിലായി. ப்ரோ வந்துட்டு மேல ഈ കൂറക്ക് மேல ഒളിച്ചിട്ട് இருந்து கேட்டுட்டு இருந்தது. മനസ്സിലായാ? ரெக்கார்டும் ഉണ്ട്, எல்லாம் ഉണ്ട്. என்கிட்ட இன்னும் கூட நீ ஏமாத்திட்டு இருந்தனா இது தப்பு ஒசாமா. அதுக்கப்புறம் இது வேற மாதிரி like you know it will go in a different situation. ഒസാമ നമുക്ക് എല്ലാവർക്കും അറിയാം ഒസാമയ്ക്ക് ഇപ്പൊ സംസാരിക്കുന്ന ഈ പേഷ്യൻസ് അല്ലാത്ത ഒരു മുഖം കൂടെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒസാമ ഇനി അതങ്ങ് സമ്മതിച്ചാ മതി. അത് വെറും ഒസാമ ഭയങ്കര കൂളാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ലൈക്ക് ഒസാമ എനിക്കിങ്ങനെ ആവാൻ പറ്റിയിട്ടില്ല ഒസാമ. ഞാൻ ആക്ച്വലി ആൾക്കാരുടെ ട്രിഗർ പോയിന്റിൽ ഭയങ്കരമായിട്ട് വീഴും. പക്ഷെ ഒസാമ കണ്ട എന്ത് ഈ കാര്യത്തിലൊക്കെ ഞാൻ ഒസാമയെ കണ്ടു പഠിക്കണം. ഒസാമ എന്ത് കൂളായിട്ട് ഡീൽ ചെയ്യണം അല്ലേ? ബി ലൈക്ക് ഒസാമ. അതാണ് എന്റെ അടുത്ത റെസൊല്യൂഷൻ പോലും അതാണ്. എനിക്ക് ഇങ്ങനെ ആവണം, നിങ്ങളെ പോലെ ആവണം എനിക്ക്. നമ്മൾ ഇത്ര ചെയ്തിട്ട് കോൺഫിഡന്റ് ആയിട്ട് ഞാൻ ഇതിലൊന്നും വീഴാതെ ചിരിച്ച് നിൽക്കുന്ന രീതിയിൽ ഇതെങ്ങനെ ഇതിന് എന്തെങ്കിലും ഒരു സീക്രട്ട് ടിപ്പ് ഉണ്ടോ ഇതിന്? അതല്ലേ ബ്രോ, ഞാൻ എത്തിക്സ് ഞാൻ ബിസിനസ്സിൽ എപ്പോഴും കീപ്പ് ചെയ്യുന്നതാ. അല്ലാതെ എനിക്ക് കള്ളത്തരം പറഞ്ഞിട്ട് ഇങ്ങനത്തെ ആവശ്യമില്ല. ബ്രോ തന്നെ ഇവിടെ 100 ബിസിനസ് ചെയ്യുന്ന ഒരാളാന്ന് എനിക്കറിയാം. അതെ ബ്രോ തന്നെ അതിനകത്ത് എത്തിക്സ് നമ്മൾ കീപ്പ് ചെയ്യണം വേണ്ടേ? അതാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. എന്റെ കൂടെ ഉള്ള ഒരു ഡീൽ ചെയ്ത കാര്യം എനിക്ക് ഇതിന്റെ പുറകെ നടക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ ബ്രോ എന്നെ വന്ന് കണ്ടത് ഞാൻ അവിടെ ഒരാളുമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് എന്നെ കണ്ടത്. മനസ്സിലായോ? അവിടെ ഒരു മീറ്റിംഗ് നടക്കാൻ പോവായിരുന്നല്ലേ? ഒരു ഡീലിങ് നടക്കാൻ വേണ്ടി പോവായിരുന്നു. ഓപ്പണായിട്ട് പറയുവാണെങ്കിൽ ഇപ്പൊ അതിനകത്ത് അതിപ്പോ ക്യാൻസലായി. പക്ഷെ അതിന്റെ അല്ല, അതൊന്നും പ്രോബ്ലം ഒന്നുമില്ല. അതെന്താ ഒസാമയുടെ ഡീല് അങ്ങനെ അങ്ങ് പോവും. ഒസാമ ഇപ്പൊ ഇന്ന് കിട്ടിയില്ലെങ്കിൽ അവന്റെ ആവശ്യമല്ലേ, അന്വേഷിച്ച് നാളെ വരും ഒസാമയുടെ അടുത്ത്. ഒസാമയുടെ ഡീൽ എങ്ങനെ പോവും? ഒസാമ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെറ്റ്വർക്ക് അത് എത്രയും വലുതല്ലേ? ഇല്ല അങ്ങനെയൊന്നുമില്ല. കുറച്ച് ആൾക്കാരുണ്ട്, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകും. അത്രേ ഉള്ളൂ. അതാ പറഞ്ഞ അത് തന്നെ ഞാൻ പറഞ്ഞ നെറ്റ്വർക്ക്. അല്ല ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്കറിയാലോ. ഇല്ല ഒരിക്കലും ഇല്ല. അതെ നിങ്ങളുടെ ആസ്തിയാണ്. ഏതാ ബ്രോ? ആസ്തിയാ നെറ്റ്വർക്ക്.
നെറ്റ് വർത്തോ അങ്ങനെ ആസ്തി ഉണ്ടാകും വർക്കെന്നാണ് പറഞ്ഞത്. നെറ്റ് നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? നീ സ്കൂളിൽ പോയിട്ടുണ്ടോ നീ? സോറാണ് ഞാൻ കേട്ടതാണ്. ഇനി തെറ്റാണെങ്കിൽ തിരിച്ചു തരാന്ന് വിചാരിച്ചേ. അയ്യോ ആസ്തി നെറ്റ് വർത്ത് ആസ്തിയാണെന്ന് ഇപ്പൊ നീ പറഞ്ഞു തന്നാലേ എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ സ്കൂളിൽ പോകാത്തതാണല്ലോ ഞാൻ. കേട്ടില്ല. ബ്രോ ഞാൻ എന്റെ അറിവില് ഞാനിപ്പോ അടുത്തൊന്നും AR സെയിൽ എന്റെ ഇന്ന് സെയിൽ ആയി. ഇതാരാ? ഹലോ അതെനിക്ക് കൺഫേം പറഞ്ഞു ഇതൊക്കെ അടുത്തൊന്നും സെയിൽ ആയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ കൈവഴി ആയിരിക്കത്തില്ല വന്നിരിക്കുന്നത്. മനസ്സിലായോ? എനിക്ക് ആകെ ഞാൻ ഇന്നത്തെ ചെക്ക് ചെയ്തിട്ട് അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫണ്ടിന്റെ ഫ്ലോ വഴി എനിക്ക് അറിയാൻ പറ്റുന്നത്. അങ്ങനെ ഒരു അപ്ഡേറ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയിച്ചിട്ട് എന്തായാലും അറിയിക്കാം. അതിനെന്താണ് നമ്മള് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് എന്നെ മതാരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ എനിക്ക് പ്രോബ്ലം അപ്പൊ ഒസമ അത് നമുക്കപ്പൊ ജസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ഞാന് ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. ഒരു സെക്കൻഡ്. ഇപ്പൊ അത് വരുന്നില്ല ബ്രോ. എന്തൊരു വിഷയമുണ്ട്. കുറെ ദിവസം ചെയ്യാൻ തുടങ്ങി. എല്ലാരും മാറി ഇല്ല അതിന്റെ അല്ലേ ബ്രോ. അത് വരുന്നില്ല. കുറെ അപ്പൊ കൊറേ നാളായി നമ്മൾ ഇതിന്റെ പുറകില് ജസ്റ്റ് അപ്പൊ നിങ്ങളുടെ സൈഡൊന്നും അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളിപ്പോ കൊണ്ടുവന്നത്. അല്ലാതെ നമുക്ക് വേറെ അങ്ങനെ ഉപദ്രവം അങ്ങനെ ഒന്നും ഇല്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇല്ല നമുക്ക്. മനസ്സിലായി. നിങ്ങളുടെ ഡീലൊക്കെ നടക്കണം. നമ്മള് കൊണ്ടുവിടണോ അതോ ഇവിടുന്ന് പൊക്കോളൂ? ഇല്ല കുഴപ്പമില്ല. ഓക്കെ കണ്ണാപ്പി ബ്രോക്ക് ഒരു തെറ്റിദ്ധാരണ. വരുന്ന വഴിക്ക് വണ്ടി കണ്ണാപ്പി അതോടെ ഒന്ന് ചോദിച്ചേരാ. അവൾക്ക് ലോറയ്ക്കാണെങ്കിലേ അണ്ണാ എന്താണ് പൊളിഞ്ഞിരിക്കുന്ന പാലത്തിൽ പ്രപ്പോസ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ അണ്ണ ഞാനാണെങ്കിൽ സിറ്റിയിലാകെ പൊളിഞ്ഞിരിക്കുന്ന പാലം ഇങ്ങറെ വീട്ടിൽ മറ്റേ പ്ലേ ബോയ് മാൻഷനുള്ള ഒരു പാലം ഇല്ലാണ് ബാക്ക് സൈഡിലായിട്ട്. അപ്പൊ അവിടെ പോയി പ്രപ്പോസ് ചെയ്തോണ്ടിരുന്നപ്പം ഇവന്റെ കൂടെയുള്ള രണ്ടാമന്മാര് വന്നിട്ട് ഇത് അടിച്ചു കൊല്ലും. TV ആണോ ഇവനാണോ നോക്കല് ഇപ്പൊ അടിച്ചു കൊല്ലുന്നു. പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ അത്? ഞാൻ അങ്ങനെയല്ലേ ബ്രോ. അതൊന്നും കുഴപ്പമില്ല. ഞാൻ എല്ലാരെയും അതിനകത്ത് ഒരാളെ പോലെ അതിനകത്ത് ഗേറ്റിന് ലോക്ക് പോലും വെച്ചിട്ടില്ല. എല്ലാരും വന്ന് പോകുന്നതാണ്. എന്താണോ രണ്ട് പിള്ളേരെ ബ്രോ അന്ന് തന്നെ അവരെ ഞാൻ പറഞ്ഞു വിടുകയും ചെയ്യും. ഈ ഒരു വിഷയം ഉണ്ടായപ്പോ തന്നെ ഞാൻ പറഞ്ഞു വിടുകയും ചെയ്യും. മനസ്സിലായോ? പുതിയതായിട്ട് വന്ന പിള്ളേരെ ഞാൻ അന്ന് രാത്രി തന്നെ ഞാൻ കണ്ണാപ്പി ബ്രോനെ വിളിച്ചായിരുന്നു. അന്ന് എന്തോ സിറ്റുവേഷൻ ആയിട്ട് തിരക്കിലായിരുന്നു. ക്ലിയർ ചെയ്യാൻ കരഞ്ഞൊക്കെ പറയണ എങ്ങനെയാണ്? കരഞ്ഞല്ലേ ബ്രോ കാര്യം പറഞ്ഞത്? ശരി കുഴപ്പമില്ല ബ്രോ. അത് വിട്ടാരാ നമ്മളങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നതല്ല കേട്ടോ. അത് ചോദിക്കാനൊന്നും വിട്ടുപോയി. ഓ പിന്നെ പിടിച്ചു വെക്കാൻ പറ്റും. വാസു இப்ப விட போறியா கோச்? இவന്റെ வாயில ஒன்னும் கிட்டாம போனல என்கிட்ட. சரி நீ எனக்கு ஒரு ஹாய் அனுப்பு. ஒரு ஏதாச்சும் ஒரு மெசேஜ் அனுப்பு. എന്താ എന്നോട് നമ്പർക്ക് എനിക്ക് ഫോൺ നമ്മൾ അവന്റെ അടുത്ത് പറഞ്ഞല്ലോ നമ്മൾ ഇതിന്റെ ഇൻസ്ട്രക്ഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്നുള്ള കാര്യമൊന്നും. എന്താ കേട്ടില്ല? ഒരു ഡീൽ സംസാരിച്ചെന്ന് சொன்னல. ഇവനെ മിസ്റ്റർ എക്സ് തപ്പുന്നുണ്ട് മനസ്സിലായി. അപ്പൊ നമ്മൾ ഇവനെ വരട്ടായിരുന്നു. നമുക്ക് കൊണ്ട് സത്യങ്ങൾ നീ പറഞ്ഞില്ല. നമ്മൾ നിന്നെ മിസ്റ്റർ എക്സിന് ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞ് വരട്ടായിരുന്നു. മനസ്സിലായ? ഇല്ല ഇപ്പം ഞാൻ പറയട്ടെ. ഇപ്പൊ അവന്റെ അടുത്ത് ഒന്നും കിട്ടാൻ പോകണില്ല. നമ്മള് ചോദിച്ചാലും മനസ്സിലായ ഒന്നും കിട്ടാൻ പോകണില്ല. പകരം നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ആയി ഇവന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവനെ വിട്ടുകൊടുക്കുക. കോച്ച് ഞാൻ പറഞ്ഞേക്ക് ഇവനെ പുറകിൽ നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യുന്നില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതാക്കി എന്നുള്ള ഇൻഫോ ഇവൻ ഇന്ന് ചന്ദ്രന് പാസ് ചെയ്യും. മനസ്സിലായ? എന്നിട്ട് ഇവ ഫ്രീ ആയിട്ട് നടക്കട്ടെ. എന്നിട്ട് വീണ്ടും തൂക്കാം. പോട്ടെ. எனக்கு உன்னோட இதுல இருந்து ஒரு மெசேஜ் அனுப்பு. வெயிட் இவന്റെ ഫോൺ കൊടുത്തിട്ട് വരട്ടെ. ബാക്കി പറയടാ. ഹലോ Sir, are you free now? Yeah, I am totally free now. Okay, sir. I will send you location. Please come. Okay, send me. Sir, please come to 5008. 5008. I will be there in 5 minutes. Please come alone, okay? I mean, I'm nervous. I want to talk to you alone. Okay, sure.
Okay, sir. காணிக்காம நீ எവിടെ உட்கார்ந்து இருந்தீங்க பீட்டர் எப்ப வந்தான்ட்டு ഇത് വേണ്ടേ ഫോൺ വേണ്ടേ ഇത് ഏത് ഫോണായിരുന്നു ഫോണൊന്നും മാറി കൊടുക്കില്ല ലീക്ക് ആവുമെല്ലാം ഇത് തന്നെയല്ലേ നോക്കിയത് നിങ്ങളുടെ ഫോൺ നോക്കിയേ വാസോണ്ട്